ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. 25 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞു. അവർക്ക് വേണ്ടിയുള്ള കുടിവെള്ളം, വൈദ്യസഹായം, പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, സ്ത്രീ സുരക്ഷ എന്നിവയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞുവെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചത്. ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് 2024 പൊങ്കാല മഹോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വേഗം പൂർത്തീകരിക്കുവാൻ സാധിച്ചത് എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. പൊങ്കാലയുടെ ദിവസങ്ങളാണ്. പൊങ്കാല വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഫെബ്രുവരി 25 രാവിലെ 10:30 മണിക്ക് പൊങ്കാല അടുപ്പ് വിട്ടു തീ പകരുന്നതോടുകൂടി പൊങ്കാല അവരുടെ ചടങ്ങ് ആരംഭിക്കുകയും 2:30 മണിക്ക് നിവേദ്യത്തോടുകൂടി പൊങ്കാലയുടെ ആ ചടങ്ങ് അവസാനിക്കുന്നതുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുത്തിയോട്ട കുട്ടികളുടെ ചൂരൽകുത്താണ്. ചൂരൽകുത്ത് കഴിഞ്ഞാൽ 11 മണിക്ക് ദേവി മണക്കാട് ശാസ്ത ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയും രാവിലെ 8 മണിക്ക് തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പം അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ നടപ്പാക്കാമോ ആ രീതിയിലെല്ലാം തന്നെ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അന്നേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി വൈദ്യസഹായം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി പൂർത്തിയാക്കാനായിട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നോ മറ്റോ ഇല്ല. അതുപോലെ സർക്കാർ തലങ്ങളിലും പൂർത്തിയാക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർത്തിയാക്കാൻ അവശേഷിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മാസത്തോളം ട്രസ്റ്റ് അംഗങ്ങളും പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും ട്രസ്റ്റ് ജീവനക്കാരും പിന്നെ വിവിധ സർക്കാർ വകുപ്പുകളും എല്ലാം അഹോരാത്രം പണിപ്പെട്ടതിൻ്റെ ഒരു അവസാന ഘട്ടത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏവരും, ജനങ്ങൾ മുഴുവനും. അപ്പോൾ എന്തായാലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ പൊങ്കാല ഇടുന്നതിലേക്ക് ഇവിടെ എത്തിച്ചേരും തന്നെയാണ് പ്രതീക്ഷ. കാരണം അന്നത്തെ എല്ലാ ട്രെയിനുകളും എത്രയോ നാളിന് മുമ്പേ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഈ ഇടയ്ക്കൊക്കെ 1 മാസം മുമ്പൊക്കെ ബുക്കിങ്ങിന് വേണ്ടി ശ്രമിച്ചവർക്കൊന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല എല്ലാ വീടുകളിലും കൂടുതൽ ആൾക്കാർ വരുന്നതിനുള്ള അന്വേഷണങ്ങളാണ്. ഞങ്ങൾ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ദിവസം, അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നാളെ മുതൽ ഇവിടെ ആൾക്കാർ അടുപ്പൊക്കെ വെച്ചു തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ത്രീജനങ്ങളാണ് ഉള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വം, പിന്നെ അത്യാവശ്യം പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയും ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളാൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ പൊങ്കാല സമർപ്പിക്കുവാൻ എത്തും എന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത്. അതിന് കാരണമായി അവർ വെളിപ്പെടുത്തുന്നത് വിവിധ ഇടങ്ങളിൽ നിന്ന് ആറ്റുകാലിലേക്ക് വരുന്ന ട്രെയിനുകളെല്ലാം തന്നെ ബുക്കായി കഴിഞ്ഞു. ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. KSRTC അടക്കമുള്ള ബസ് സർവീസുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്തായാലും വരുന്ന ഭക്തർക്കെല്ലാം സുഗമമായി പൊങ്കാല സമർപ്പിക്കുവാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗമായി പൂർത്തീകരിച്ചു എന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിക്കുന്നത്. ഇത്തവണ ദേവിയുടെ തിടമ്പേറ്റുവാൻ എത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രശസ്തമായ തൃക്കടവൂർ ശിവരാജു എന്ന ആനയാണ്. സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ മാസം 25 നടക്കുവാൻ പോകുന്ന കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മഹോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ട്രസ്റ്റ് ഭാരവാഹികളും ഭക്തജനങ്ങളും.